നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആയുസ്സിന്റെ മൂന്നിലൊന്ന് ഭാഗം നീക്കി വെച്ചിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാണെന്നായിരിക്കും? ഉറക്കത്തിന്. കാരണം ശരീരത്തിനും മനസ്സിനും പിൽക്കാലത്തേക്ക് ഊർജം സംഭരിക്കുവാനുള്ള ഒരേ ഒരു മാർഗം അതാണ്. എന്നാൽ ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ആ ആയുസ്സിനെയാണ് അർദ്ധരാത്രിയിലെ നീല വെളിച്ചത്തിലും വെറുതെയുള്ള ചിന്തകളിലും ഹോമിച്ചു കളയുന്നത്. രാത്രി 1 മണി, 2 മണി എന്നിട്ടും ഫോണിലെ സ്ക്രോളിംഗ് അവസാനിക്കുന്നില്ല. ഈ ശീലം നിങ്ങളെ സാവധാനം കൊണ്ടെത്തിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? വിഷാദം, ഹൃദ്രോഗങ്ങൾ, ഓർമ്മക്കുറവ്, തകർന്ന പ്രതിരോധ ശേഷി, അങ്ങനെ ഈ ലിസ്റ്റ് നീളും. എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നത്? വെറും മൊബൈൽ ഫോൺ മാത്രമല്ല ഇതിന് കാരണമെന്ന് മനസ്സിലാക്കണം. മനഃശാസ്ത്രപരവും ജീവിതപരവുമായിട്ടുള്ള ഒട്ടേറെ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അവ എന്തൊക്കെയാണെന്നും ഈ കെണിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൃത്യമായി പറഞ്ഞു തരുന്നത്. വെൽക്കം ടു മൈ സയൻസ് ഗാരേജ്. നമ്മൾ വിചാരിക്കുന്നത് ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമാണ്. എന്നാൽ യാഥാർത്ഥ്യം അതിലും ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, LED ടെലിവിഷനുകൾ എന്നിവയുടെ സ്ക്രീനിൽ നിന്ന് ഒരു പ്രത്യേക തരം വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന നീല വെളിച്ചം. പ്രകൃതിയിൽ ഈ നീല വെളിച്ചത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സ് സൂര്യൻ തന്നെയാണ്. പകൽ സമയങ്ങളിൽ സൂര്യനിൽ നിന്ന് ധാരാളമായി ബ്ലൂ ലൈറ്റ് ഭൂമിയിലേക്ക് വരാറുണ്ട്. ഈ വെളിച്ചം നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോൾ തലച്ചോർ വിചാരിക്കും ഇപ്പോൾ പകലാണ്, നമ്മൾ ഉണർന്നിരിക്കേണ്ട സമയം തന്നെയാണ് എന്ന്. അതുകൊണ്ട് പകൽ സമയത്ത് നമുക്ക് നല്ല ഉന്മേഷം തോന്നാൻ ഈ നീല വെളിച്ചം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ചതി നടക്കുന്നത് രാത്രിയിലാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന്റെ ശരീരം പരുവപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക താളത്തിലാണ്. അതിനെയാണ് നമ്മൾ സിർക്കേഡിയൻ റിതം എന്നൊക്കെ വിളിക്കുന്നത്, അതായത് ജൈവ ഘടികാരം എന്ന് വിളിക്കുന്നത്. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥി ഒരു പ്രത്യേക ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. അതിൻ്റെ പേരാണ് മെലാറ്റോണിൻ. ഈ മെലാറ്റോണിനാണ് നമ്മുടെ ശരീരത്തോട് പറയുന്നത് രാത്രിയായി, ഇനി വിശ്രമിക്കാം, ഉറങ്ങാം എന്നൊക്കെ. പക്ഷേ രാത്രി 11 മണിക്കും 12 മണിക്കും നമ്മൾ റൂമിലെ ലൈറ്റ് എല്ലാം അണച്ച് ബെഡിൽ കിടന്ന് ഫോൺ മുഖത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? ഈ ഫോൺ സ്ക്രീനിൽ നിന്നുള്ള കൃത്രിമ നീല വെളിച്ചം നമ്മുടെ കണ്ണുകളിലേക്ക് ശക്തമായി അടിക്കുകയാണ് അപ്പോൾ നടക്കുന്നത്. ഇത് കാണുന്ന തലച്ചോർ പൂർണ്ണമായും കബളിപ്പിക്കപ്പെടും. രാത്രിയാണെന്ന കാര്യം തലച്ചോർ മറന്നുപോകും. അത് വിചാരിക്കുന്നത് ഇപ്പോഴും പകലിന് സമാനമായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ തലച്ചോർ തെറ്റിദ്ധരിക്കപ്പെടുന്നതോടെ ശരീരത്തിന് ഉറക്കം നൽകേണ്ട മെലാറ്റോണിൻ ഹോർമോണിന്റെ ഉൽപ്പാദനം പൂർണ്ണമായും നിലച്ചുപോകും. ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്ന എന്താണെന്നാൽ രാത്രിയിലെ 2 മണിക്കൂർ തുടർച്ചയായ ഫോൺ ഉപയോഗം ശരീരത്തിലെ മെലാറ്റോണിന്റെ അളവ് 22% കുറയ്ക്കുമെന്നാണ്. നിങ്ങൾ ഫോൺ മാറ്റിവെച്ച് കണ്ണുകൾ അടച്ചാലും തലച്ചോർ ഇപ്പോഴും ഉണർന്നിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് ഉറക്കമൊന്നും വരില്ല. നിങ്ങൾ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ ഉറക്കം വരാത്തത് കൊണ്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഫോൺ കയ്യിലോട്ടെടുക്കും. ഇതൊരു സൈക്കിള് പോലെയാണ്. നിങ്ങൾ അതിലിങ്ങനെ കുടുങ്ങി പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പകൽ മുഴുവൻ നമ്മൾ ഫോണിന് അടിമകൾ തന്നെയാണ്. അത് നമ്മുടെ ജോലിയുടെ ഭാഗം കൂടിയാണ്. എന്നാൽ രാത്രിയെങ്കിലും ഇതിൽ നിന്നും മാറി നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരും തലമുറയ്ക്ക് നൽകുന്നത് ഉറക്കമില്ലാത്ത രോഗങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തെ തന്നെയായിരിക്കും. ഇന്ന് ഭൂരിഭാഗം ആളുകളും രാത്രിയിൽ ഫോൺ താഴെ വയ്ക്കാൻ കഴിയാതെ കുടുങ്ങിപ്പോകുന്നതിൻ്റെ മനഃശാസ്ത്രപരമായ വശം കൂടി നമ്മൾ അറിയണം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വില്ലന്റെ പേരാണ് ഡോപ്പമിൻ. നമ്മുടെ തലച്ചോറിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു രാസവസ്തുവാണ് ഡോപ്പമിൻ. ഇതിനെ ഫീൽ ഗുഡ് ഹോർമോൺ അല്ലെങ്കിൽ സന്തോഷ ഹോർമോൺ എന്നൊക്കെയാണ് സാധാരണ വിളിക്കാറുള്ളത്. നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടുമ്പോഴോ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുമ്പോഴോ തലച്ചോർ ഈ ഡോപ്പമിൻ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് വലിയൊരു ആനന്ദം നൽകും. ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തലച്ചോർ ഇങ്ങനെ പറയും, അടുത്തത് ഇതിലും നല്ല എന്തോ ഒന്ന് വരാനുണ്ട്, ഒരെണ്ണം കൂടി കണ്ടു നോക്കൂ. നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്യും. അങ്ങനെ ദാ ഒരെണ്ണം കൂടി വരുന്നു. ഇനി ഇത് കണ്ടു നിർത്തിയേക്കാം എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു ഡോപ്പമിൻ ലഹരി ഇങ്ങനെ വേട്ടയാടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. വെറും 30 സെക്കൻഡുകൾക്കുള്ളിൽ തലച്ചോറിന് ആവശ്യമുള്ള വിനോദം ലഭിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ഇത്രയും എളുപ്പത്തിൽ സന്തോഷം തരുന്ന മറ്റൊരു കാര്യം ജീവിതത്തിൽ ഇല്ല എന്ന് തലച്ചോർ തിരിച്ചറിയുന്നതോടുകൂടി നമ്മൾ അതിന് പൂർണ്ണമായും അടിമപ്പെട്ടു പോകുന്നു. രാത്രി 9 മണിക്ക് കിടക്കയിൽ കിടക്കുന്ന ഒരാൾ പുലർച്ചെ 2 മണിവരെ റീൽസ് നോക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നതാണ് ശാസ്ത്രം പറയുന്നത്. നമ്മുടെ ശരീരം എത്ര തന്നെ ക്ഷീണിച്ചാലും തലച്ചോർ ഈ ഡോപ്പമിൻ ലൂപ്പിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഉറങ്ങാൻ ഒരിക്കലും സാധിക്കില്ല, സമ്മതിക്കില്ല. മൊബൈൽ ഫോണിന്റെ ഉപയോഗം മാത്രമല്ല നമ്മുടെ ഉറക്കം കെടുത്തുന്നത്.
അതിനപ്പുറം നമ്മൾ കെട്ടിപ്പടുത്ത ഇന്നത്തെ ഈ ആധുനിക ജീവിത ശൈലിയും അതിലൂടെ ഉണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദവുമാണ് മറ്റൊരു പ്രധാന വില്ലൻ. പണ്ട് കാലത്തെയൊക്കെ അപേക്ഷിച്ച് ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം കടുത്ത മത്സരങ്ങൾ നിറഞ്ഞതാണ്. കരിയറിലെ ഉയർച്ചകൾ, വലിയ വലിയ സ്വപ്നങ്ങൾ, ലോണുകൾ, സാമ്പത്തിക ബാധ്യതകൾ, ഒപ്പം മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യങ്ങൾ. ഇവയെല്ലാം നമ്മൾ നമ്മുടെ ഉള്ളിലൊരു വലിയ സ്ട്രെസ് ബോംബ് രൂപപ്പെടുത്തി എടുത്തു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പകൽ മുഴുവൻ ഓട്ടപ്പാച്ചിലായതുകൊണ്ട് ഈ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചു കയറുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ രാത്രി ശാന്തമായി കിടക്കയിലേക്ക് കിടക്കുമ്പോൾ തന്നെയാണ്. മനസ്സിങ്ങനെ അശാന്തമാകുമ്പോൾ ശരീരം കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഹോർമോണുകൾ ശരീരത്തെ അപകടാവസ്ഥ നേരിടാൻ എന്നവണ്ണം കൂടുതൽ ജാഗ്രതയുള്ളതാക്കി മാറ്റിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് ശാസ്ത്രത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ശരീരം അമിത ജാഗ്രതയിലാകുമ്പോൾ പിന്നെ എങ്ങനെ ഉറക്കം വരാനാണ്? ഇതിനു പുറമെ ഈ സമ്മർദ്ദം മറികടക്കുവാൻ നമ്മൾ ആശ്രയിക്കുന്ന തെറ്റായ ചില ശീലങ്ങൾ കൂടിയുണ്ട്. രാത്രി വൈകിയുള്ള കടുത്ത ചായ കുടി, കാപ്പി കുടി അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ നമ്മുടെ തലച്ചോറിനെ 6 മുതൽ 8 മണിക്കൂർ വരെ കൃത്രിമമായി ഉണർത്തി നിർത്താറുണ്ട്. ഇത് ശരീരത്തിന്റെ സ്വാഭാവിക ഉറക്കചക്രത്തെയും പൂർണ്ണമായും തകിടം മറിക്കുന്നതാണ്. പണ്ട് കാലത്തൊക്കെ കിടപ്പുമുറി എന്നാൽ ഉറങ്ങാൻ മാത്രമുള്ള ഒന്നായിരുന്നു. ഇരുട്ടായി കഴിഞ്ഞാൽ അവിടെ മറ്റു വിനോദങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടപ്പുമുറിയിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിന് ഒരു സന്ദേശം അന്ന് ലഭിക്കുമായിരുന്നു. ഇത് വിശ്രമിക്കാനുള്ള ഇടമാണ്, ഉറങ്ങുവാനുള്ള സമയമാണ്. എന്നാൽ ഇന്ന് ബെഡ്റൂമുകളുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. കിടപ്പുമുറികൾ ഇന്ന് മിനി ഓഫീസുകളായും തിയേറ്ററുകളായും മാറിക്കഴിഞ്ഞു. നമ്മൾ ബെഡിലിരുന്ന് ലാപ്ടോപ്പിൽ ജോലി ചെയ്യാറുണ്ട്, ബെഡിലിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, ബെഡിൽ കിടന്ന് TV കാണാറുണ്ട്, ഒടുവിൽ ബെഡിൽ കിടന്ന് മണിക്കൂറുകളോളം ഫോണും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ രീതി. നമ്മൾ കിടക്കയെ മറ്റു പല കാര്യങ്ങൾക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തലച്ചോറിന് കിടക്കയോടുള്ള ആ ഉറക്കത്തിൻ്റെ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകും. കിടക്കയിൽ കിടന്നാലും തലച്ചോർ വിചാരിക്കും ഇത് ജോലി ചെയ്യാനോ സിനിമ കാണാനോ ഉള്ള സ്ഥലം തന്നെയാണ് എന്നുള്ളത്. നമുക്ക് നഷ്ടപ്പെട്ട ഉറക്കം തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ബെഡ്റൂം സംസ്കാരം നമ്മൾ മാറ്റിയേ മതിയാവും. അതിനായി ഡോക്ടർമാർ പറയുന്ന ഒരു ലളിതമായിട്ടുള്ളൊരു നിയമമുണ്ട്. കിടക്ക ഉറങ്ങാനും വിശ്രമിക്കാനും മാത്രം ഉപയോഗിക്കുക. ഉറക്കം വരുന്നില്ലെങ്കിൽ ബെഡിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കളിക്കരുത്. അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു മുറിയിൽ പോയി പുസ്തകം വായിക്കുകയോ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഉറക്കം വരുമ്പോൾ മാത്രം കിടക്കയിലേക്ക് വരിക എന്നൊരു ശാസ്ത്രം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ദിവസങ്ങളിൽ പകൽ മുഴുവൻ കഠിനമായി ജോലി ചെയ്ത് നമ്മൾ ഒരുപക്ഷെ മടുത്തിട്ടുണ്ടാവും. ശരീരം മുഴുവൻ ഇങ്ങനെ ഉറങ്ങാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ടും രാത്രി 12 മണിയും 1 മണിയും ഒക്കെ ആവുമ്പോൾ നമ്മൾ ഉറങ്ങാൻ കൂട്ടാക്കാതെ ഫോണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും നമ്മൾ ഉറക്കത്തെ മനഃപൂർവ്വം തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതിനു പിന്നിൽ ലോകമെമ്പാടുമുള്ള മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഒരു പ്രതിഭാസമുണ്ട്. അതിൻ്റെ പേരാണ് റിവെഞ്ച് ബെഡ് ടൈം പ്രോക്രാസ്റ്റിനേഷൻ. ലളിതമായി പറഞ്ഞാൽ പകലിനോടുള്ള പ്രതികാരം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി വീട്ടിലെത്തുന്നത് വരെ നമുക്ക് സ്വന്തമായി ഒന്നിനും സമയം കിട്ടാറില്ല. പകൽ മുഴുവൻ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മുടെ നിയന്ത്രണങ്ങളില്ലാത്ത ആ പകലിനോട് രാത്രി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രതികാരമാണിത്. രാത്രി ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ആർക്കും നമ്മളോട് ഒന്നും ചോദിക്കാനുണ്ടാവില്ല. മെസ്സേജുകളോ ഫോൺ കോളുകളോ വരില്ല. ആ സമയമാണ് എൻ്റെ സ്വന്തം സമയമെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയും. ആ സ്വാതന്ത്ര്യം പരമാവധി ആസ്വദിക്കാൻ വേണ്ടി ഉറങ്ങിയാൽ ആ സമയം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം കൊണ്ട് നമ്മൾ മനഃപൂർവ്വം ഉറക്കം നീട്ടിവെക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ പ്രതികാരം ചെയ്യുന്നത് പകലിനോടല്ല, നമ്മുടെ സ്വന്തം ശരീരത്തോടും ആരോഗ്യത്തോടുമാണ്. നമ്മുടെ ഈ മനഃശാസ്ത്രപരമായ ബലഹീനതയെ ചൂഷണം ചെയ്യാൻ ഇന്ന് വിപണിയിൽ കൃത്യമായിട്ടുള്ള ആയുധങ്ങളുമുണ്ട്. അതിലൊന്നാമത്തേതാണ് ഓൺലൈൻ ഗെയിമിംഗ് ലഹരി. പകൽ മുഴുവൻ ഉണ്ടായ മാനസിക സമ്മർദ്ദവും നിരാശയും തീർക്കാൻ പുതിയ തലമുറ കണ്ടെത്തുന്നത് മൾട്ടി പ്ലെയർ ഓൺലൈൻ ഗെയിമുകളൊക്കെയാണ്. രാത്രി 12 മണിക്ക് സുഹൃത്തുക്കൾ എല്ലാവരും ഓൺലൈനിൽ ഒത്തുകൂടും. ഗെയിമിൽ ഓരോ ശത്രുവിനെ വീഴ്ത്തുമ്പോഴും നമ്മുടെ ശരീരം അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ വലിയ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് ഹൃദയമിടിപ്പ് കൂട്ടുകയും ശരീരത്തെ അമിതമായി ഉത്തേജിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഒരു കളി തോറ്റാൽ അത് ജയിക്കാനുള്ള വാശി, ജയിച്ചാലോ ആ ആവേശം നിലനിർത്താനുള്ള ഒരു കഠിന മോഹം. ഒരു കളി കൂടി ഒന്ന് പറഞ്ഞ് കളിക്കുമ്പോൾ സമയം വെളുപ്പിന് 3 മണിയൊക്കെയാവും. ശരീരം തളർന്നാലും അഡ്രിനാലിൻ ലഹരിയിൽ തലച്ചോർ പൂർണ്ണമായി ഉണർന്നു തന്നെ ഇരിപ്പുണ്ടാവും.
നെറ്റ്ഫ്ലിക്സും പ്രൈമും പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലെ വെബ് സീരീസുകൾ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ഉറക്കം കെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഓരോ എപ്പിസോഡിൻ്റെയും അവസാന 5 മിനിറ്റ് അവർ നിർത്തുന്നത് വമ്പൻ സർപ്രൈസിലായിരിക്കും. അടുത്ത എപ്പിസോഡിൽ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ആകാംക്ഷ നമ്മളെ ഒരിക്കലും ഉറങ്ങാൻ വിടുകയില്ല. അവിടെയാണ് അവർ ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഒരു കെണി വെച്ചിരിക്കുന്നത്. നമ്മൾ റിമോട്ട് കയ്യിലെടുത്ത് അടുത്തത് നോക്കുന്നതിന് മുൻപ് തന്നെ 5 സെക്കൻഡിനുള്ളിൽ അടുത്ത എപ്പിസോഡ് പ്ലേ ആയിട്ടുണ്ടാവും. ദാ ഒരു എപ്പിസോഡ് കൂടി കണ്ടിട്ടൊന്ന് ഉറങ്ങിയേക്കാം എന്നൊക്കെ കരുതിയിരിക്കുന്നവർ ഒടുവിൽ പുലർച്ചെ 4 മണിക്ക് ആ സീരീസ് മുഴുവൻ കണ്ടു തീർത്തിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത് എന്നതാണ് സത്യം. വെബ് സീരീസുകൾ ബിഞ്ച് വാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഉറക്കമാണ് അവിടെ ഹോമിക്കപ്പെടുന്നത്. നമ്മുടെ മുൻ തലമുറക്കാരെ ഒന്ന് ഓർത്തു നോക്കുക. അവർക്ക് മൊബൈൽ ഫോണുകളോ മറ്റ് വിനോദങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പകൽ മുഴുവൻ അവർ വയലിലോ പറമ്പിലോ ഫാക്ടറികളിലോ അതികഠിനമായി ശാരീരിക അധ്വാനം ചെയ്യുന്നവരായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയും നടന്ന് യാത്ര ചെയ്തും അവരുടെ ശരീരം യാത്രയാകുമ്പോഴേക്കും പൂർണ്ണമായി ക്ഷീണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കിടക്കയിലേക്ക് വീഴേണ്ട താമസം അവർ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീണു പോകുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഭൂരിഭാഗം പേരും യാതൊരുവിധ ശാരീരിക അധ്വാനവുമില്ല. AC മുറികളിൽ ഒരേ ഇരിപ്പിരുന്ന് നമ്മൾ തലച്ചോറിന് മാത്രം കഠിനമായ ജോലി നൽകിക്കൊണ്ടിരിക്കുകയാണ്. തലച്ചോർ വല്ലാതെ ക്ഷീണിക്കും, പക്ഷേ ശരീരം ഒട്ടും ക്ഷീണിച്ചിട്ടും ഉണ്ടാവില്ല. ഉറക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശാരീരികമായ ഒരു ആവശ്യം കൂടിയാണ്. നമ്മൾ അധ്വാനിക്കുമ്പോൾ ശരീരത്തിൽ അഡിനോസിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടും. പകൽ മുഴുവൻ അധ്വാനിച്ച് ഈ അഡിനോസിൻ്റെ അളവ് കൂടുമ്പോഴാണ് ശരീരത്തിന് കടുത്ത ഉറക്കച്ചടവ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ദിവസം മുഴുവൻ കസേരയിൽ ഇരിക്കുമ്പോൾ ഈ ഒരു പ്രക്രിയ നടക്കുന്നില്ല. മനസ്സ് വല്ലാതെ തളർന്നു പോയിട്ടുണ്ടാവും, പക്ഷേ ശരീരത്തിന് ഉറങ്ങേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥയുമായിരിക്കും. ഈ വലിയൊരു അസന്തുലിതാവസ്ഥയാണ് രാത്രി കിടക്കയിൽ കിടക്കുമ്പോൾ മണിക്കൂറുകളോളം നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാതെ തിരിഞ്ഞും മറിഞ്ഞും നമ്മളിങ്ങനെ കിടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി മനുഷ്യ ശരീരത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു കൃത്യമായ നിയമം അനുസരിച്ചാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ഉണരുക, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉറങ്ങുക. ഇതിനെയാണ് നമ്മുടെ ജൈവ ഘടികാരം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്നാൽ ഇത് പലർക്കും അമേരിക്കയിലെയോ യൂറോപ്പിലെയോ സമയത്തിനനുസരിച്ച് രാത്രികളിൽ ജോലി ചെയ്യേണ്ട സിറ്റുവേഷനുകളുണ്ട്. ഈ പ്രകൃതി വിരുദ്ധമായ ജീവിതക്രമം നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ക്രൂരത ചെറുതൊന്നുമല്ല. രാത്രി ജോലി കഴിഞ്ഞ് പകൽ നമ്മൾ മുറി ഇരുട്ടാക്കി ഉറങ്ങാൻ ശ്രമിച്ചാലും പ്രകൃതിദത്തമായ ആ സുഖനിദ്ര ശരീരത്തിന് കിട്ടുകയില്ല. കാരണം പകൽ സമയത്ത് അന്തരീക്ഷത്തിലെ താപനിലയും ശബ്ദങ്ങളൊക്കെയും കൂടുതലായിരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, പകൽ ഉറങ്ങുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾ കൃത്യമായ രീതിയിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടില്ല. ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഷിഫ്റ്റുകൾ ഇടയ്ക്കിടെ മാറുമ്പോഴാണ് പേടിക്കേണ്ടത്. നമ്മുടെ ജൈവ ഘടികാരത്തിന് എപ്പോഴാണ് ഉറങ്ങേണ്ടത്, എപ്പോഴാണ് ഉണരേണ്ടത് എന്ന് മനസ്സിലാകാതെ അത് പൂർണ്ണമായും തകരാറിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇങ്ങനെ തുടർച്ചയായി ഉറക്കം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ശരീരത്തെ സാവധാനം നിശബ്ദമായി ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കുക. നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരം സ്വയം കേടുപാടുകൾ തീർക്കുന്നതും വിഷാംശങ്ങൾ പുറന്തള്ളുന്നതും. ഈ ഉറക്കം ഇല്ലാതെയാവുമ്പോൾ ശരീരം തകരുവാൻ തുടങ്ങും. അതിലൊന്നാമത്തേതാണ് ഹൃദയാരോഗ്യ തകർച്ച. കൃത്യമായി ഉറങ്ങാത്തവരിൽ രക്തസമ്മർദ്ദവും ഹൃദയാഘാത സാധ്യതയും ഇരട്ടിയാണെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഉറക്കമില്ലായ്മ ശരീരത്തിലെ ഇൻസുലിൻ പ്രതിരോധത്തെ ബാധിക്കുകയും അതുവഴി വളരെ പെട്ടെന്ന് തന്നെ പ്രമേഹം, അമിതവണ്ണം എന്നിവയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു രാത്രി കൃത്യമായി ഉറക്കം കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങളുടെ ശ്രദ്ധയും ഓർമ്മശക്തിയും 30% വരെ കുറയും. പെട്ടെന്ന് ദേഷ്യം വരും, ചെറിയ കാര്യങ്ങൾക്ക് പോലും അസ്വസ്ഥനാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ലക്ഷണങ്ങളായി വരും. ഇത് ദീർഘകാലം തുടർന്നാൽ കടുത്ത വിഷാദരോഗം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക അസുഖങ്ങളിലേക്ക് വരെ നിങ്ങളെ എത്തിക്കും. എല്ലാത്തിനും ഉപരിയായി നമ്മുടെ ശരീരത്തിൻ്റെ കാവൽക്കാരനായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി ഉറക്കമില്ലായ്മ കാരണം പൂർണ്ണമായും തകരും. വളരെ പെട്ടെന്ന് മാരകമായ രോഗങ്ങൾ പിടിപെടാനും ഇതൊരു പരിധിവരെ കാരണമാകും. പ്രശ്നങ്ങൾ ഈ സൂചിപ്പിച്ചതുപോലെ വലിയതാണെങ്കിലും പരിഹാരം ലളിതമാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് കൃത്യം 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, TV എന്നിവ പൂർണ്ണമായും ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റൊരു മുറിയിലേക്ക് മാറ്റിവെക്കുന്ന ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്ന ശീലം തുടങ്ങുക. കിടപ്പുമുറിയിൽ കട്ടിയുള്ള കേർട്ടനുകൾ ഉപയോഗിച്ച് പൂർണ്ണമായും ഇരുട്ടാക്കുക. ഇത് ശരീരത്തിൽ ഉറക്കം തരുന്ന മെലാറ്റോണിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം വളരെ വേഗത്തിലാകാൻ സഹായിക്കും. ദിവസവും രാത്രി ഒരേ സമയത്ത് കിടക്കുവാനും രാവിലെ ഒരേ സമയത്ത് ഉണരുവാനും ശ്രമിക്കുക. ഞായറാഴ്ചകളിൽ പോലും ഈ ശീലത്തിൽ മാറ്റം വരുത്താതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പകൽ സമയത്ത് കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും നടക്കുവാനോ മറ്റ് ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുവാനോ സമയം കണ്ടെത്തുക.
രാത്രി കാപ്പി, ചായ എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക. ആപ്പുകളുടെ ആൽഗോരിതങ്ങൾക്കും സോഷ്യൽ മീഡിയയിലെ താൽക്കാലിക ലൈക്കുകൾക്കും വേണ്ടി നമ്മുടെ വിലപ്പെട്ട ജീവിതം ഹോമിക്കാതെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു രാത്രി കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫോൺ ദൂരേക്ക് മാറ്റിവെക്കാം, കണ്ണുകൾ അടയ്ക്കാം, സമാധാനത്തോടെ ആഴത്തിൽ നമുക്കൊന്ന് ഉറങ്ങാം. കാരണം നല്ല ഉറക്കമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മരുന്ന്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉറക്കം തിരിച്ചു പിടിക്കാൻ ഈ വീഡിയോ അവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത്, മടിക്കരുത്. കൂടുതൽ ഇത്തരം ചിന്തിപ്പിക്കുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ലൊരു രാത്രി നേരുകയാണ്. നന്ദി, നമസ്കാരം.